Hi all, once again welcome back to Tech Malayalam. സ്മാർട്ട് ഫോൺ യൂസേഴ്സിന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ലോ ബഡ്ജറ്റ് ഫോൺ എടുത്ത് നോക്കിയാലും അതുപോലെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഡിസൈനിങ്ങിലായാലും ഫീച്ചേഴ്സിലായാലും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ആർക്കും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളെല്ലാം തന്നെ. ഇപ്പോൾ നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺ വിൽപ്പന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് OnePlus. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, പ്രീമിയം ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയേക്കാൾ വില കുറച്ച് നൽകുന്നു എന്നൊരു കാരണത്താലാണ്. വ്യത്യസ്തമായ ആശയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ OnePlus എന്നും മറ്റു ബ്രാൻഡുകളെക്കാൾ മുൻപന്തിയിൽ തന്നെയാണ്. അത്തരത്തിലൊരു പുതിയ ഒരു ആശയമാണ് OnePlusന്റെ കോൺസെപ്റ്റ് 1 എന്ന ടെക്നോളജിയിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് സാധാരണ നിലയിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഉണ്ട് എന്നുള്ളൊരു സൂചനയും ലഭിക്കില്ല. നമുക്ക് ആ ഒരു ഫോണിൽ ക്യാമറയെ കാണാൻ സാധിക്കില്ല. എന്നാൽ ക്യാമറയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ വിസിബിൾ ആകും. കൺസെപ്റ്റ് മോഡലായ ഈ ഒരു ഫോണിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് എക്സിബിഷനായ CES 2020 അവതരിപ്പിക്കുമെന്നാണ്, പുറത്തുവിടുമെന്നാണ് OnePlus അറിയിച്ചിട്ടുള്ളത്. മറ്റാരും നൽകാത്ത ഈ ഒരു അദൃശ്യ ക്യാമറ കളർ ഷിഫ്റ്റിംഗ് ഗ്ലാസ് ടെക്നോളജിയുടെ അതിശയിപ്പിക്കുന്ന ഒരു ഫീച്ചറാണ്. ബ്രിട്ടനിൽ നിന്നുള്ള കാർ നിർമ്മാതാക്കളായ മെക്ലാരനുമായി ചേർന്നാണ് ഈ ഒരു പുതിയ മാറ്റം OnePlus ഫോണുകളിൽ കൊണ്ടുവരാൻ പോകുന്നത്. വിമാനങ്ങളിലും മെക്ലാരന്റെ പുതിയ കാറുകളിലും സൂര്യപ്രകാശം അകത്തേക്ക് വരാതിരിക്കാനുള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കളർ ഷിഫ്റ്റിംഗ് ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിന്റെ കളർ മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ നിന്ന് ഒരു ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്യാമറ വിസിബിൾ ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ ആയിട്ട് ക്യാമറ ഉള്ളതിൻ്റെ ഒരു സൂചന പോലും നിങ്ങൾക്ക് കാണില്ല, നിങ്ങൾക്ക് അറിയാനും സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലാണ്. ക്വാഡ് ക്യാമറയാണ്, അതുപോലെ ട്രിപ്പിൾ ക്യാമറ, 5 ക്യാമറ വരെയുള്ള ഫോൺസാണ് ഇപ്പം നമ്മൾ കാണാറുള്ളത്. സോ ഒരു ക്യാമറ പോലും നമുക്ക് കാണാൻ പറ്റാതെയുള്ള എന്നാൽ ക്യാമറ ഉണ്ട് താനും അത്തരത്തിലൊരു മോഡൽ ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.